പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യൊരു കാര്യം, ഇന്ത്യ ഫുട്ബോൾ ഫാൻസിന് വളരെയധികം നിരാശ നൽകിയൊരു ദിവസം തന്നെയായിരുന്നു ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ച് കുവൈറ്റിനെതിരെയുള്ള മത്സരം വിജയം അനിവാര്യമായിട്ടുള്ള ഒരു മത്സരം തന്നെയായിരുന്നു. മാത്രമല്ല, ക്യാപ്റ്റൻ സുനിൽ ഛേത്രിയുടെ അവസാന മത്സരം കൂടിയായിരുന്നു ഇന്ന്. എന്നാൽ ഒരു നിർണായക മത്സരം ഗോൾ രഹിത സമനിലയിലാണ് കലാശിച്ചത്. ഈ ഒരു സമനിലയോടെ അടുത്ത റൗണ്ടിലേക്ക് കടക്കാനുള്ള ഇന്ത്യയുടെ ചാൻസ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ ഒരു റൗണ്ടിൽ തന്നെ ഇന്ത്യക്ക് ഖത്തറിനെ നേരിടേണ്ടതുണ്ട്. ആ ഒരു മത്സരത്തിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇന്ത്യക്ക് ചിന്തിക്കാനില്ല. ഖത്തറാവട്ടെ ശക്തരായിട്ടുള്ള ടീം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഖത്തറിനെ പരാജയപ്പെടുത്തുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമൊന്നുമല്ല. എന്തുകൊണ്ടും ഇന്നത്തെ മത്സരം ഇന്ത്യ ഫുട്ബോൾ ഫാൻസിന് നിരാശ നൽകിയ മത്സരം തന്നെയായിരുന്നു. മാത്രമല്ല, മത്സരശേഷം ഇന്ത്യൻ നായകൻ സുനിൽ ഛേത്രിയും വളരെയധികം നിരാശയിലായിരുന്നു ഉണ്ടായത്. ഇന്ത്യൻ ഇതിഹാസം സുനിൽ ഛേത്രിയുടെ അവസാന മത്സരം സമനിലയിലാണ് കലാശിച്ചത്. അടുത്തൊരു വാർത്ത ISLുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ പുതിയൊരു സൈനിങ് നടത്തിയിട്ടുണ്ട് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. 22 വയസ്സ് മാത്രം പ്രായം വരുന്ന ഒരു യുവതാരത്തിന്റെ സൈനിങ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ലാൽതൻ മാവിയ എന്ന 22 വയസ്സ് പ്രായം വരുന്ന ഒരു വിംഗറിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ലീഗിലെ ടീമായിട്ടുള്ള ഐസ്വാൾ FC വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുവതാരമാണ് ഇദ്ദേഹം. ലാൽതൻ മാവിയ എന്ന ഈ ഒരു യുവതാരം ലെഫ്റ്റ് വിംഗറായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ മികച്ചൊരു താരത്തിനെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഇന്ത്യൻ നായകൻ സുനിൽ ഛേത്രി ഇന്നത്തെ മത്സരത്തിന് മുൻപ് പറഞ്ഞ കാര്യങ്ങൾ ആരാധകരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു. എനിക്ക് ഇന്നത്തെ മത്സരത്തിനെ കുറിച്ച് ചിന്തിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ മത്സരത്തിൽ 6 ഗോൾ നേടിയാലും ഇന്ത്യ വിജയിക്കണമെന്നതാണ് തന്റെ ആഗ്രഹം. എന്നാൽ നിർഭാഗ്യവശാൽ തന്റെ അവസാന മത്സരത്തിൽ ഇന്ത്യക്ക് വിജയിക്കാൻ സാധിക്കാതിരുന്നതിൽ സുനിൽ ഛേത്രിക്ക് വളരെയധികം നിരാശയുണ്ട്. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.